ഹായ് ഹലോ, ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. ഇന്നെന്താണെന്നറിയോ, ഇന്ന് നമ്മൾ സിമ്പിളായിട്ടൊരു നെറ്റിപ്പട്ട എങ്ങനെ ഉണ്ടാക്കാം, അതായത് നെറ്റിപ്പട്ടത്തിൻ്റെ സാധനങ്ങളൊന്നുമില്ലാതെ ഒരു നെറ്റിപ്പട്ട എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. നമ്മുടെ സ്കൂളിലേക്ക് ആവശ്യത്തിന് വേണ്ടി ഒരു നെറ്റിപ്പട്ട ഉണ്ടാക്കിയതാണ്. ഇത് കണ്ടോ, ഇതുപോലെ വരച്ചൊരു ചാർട്ട് പേപ്പറിലാണ് വരച്ചു, അതുപോലെ കളർ ചെയ്തു. ഇതിൽ ഓരോരോ അളവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷെ ഇതൊന്നും എനിക്കറിയാൻ പാടില്ല. അപ്പോൾ സ്കെച്ച് പെന്നും അതുപോലെ ഇതുപോലെ മാർക്കറൊക്കെ വെച്ചാണ് ഞാൻ കളർ ചെയ്യുന്നത്. ഞാനും ഉണ്ട്, എൻ്റെ കൂടെയുള്ള ടീച്ചേഴ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് കളർ ചെയ്തെടുക്കുക, നന്നായിട്ട് കളർ ചെയ്യണം. ഫുള്ള് ഉള്ളിലും അതേപോലെ ഓരോ സർക്കിളിൻ്റെ ഉള്ളിലും ഗോൾഡൻ കളർ വരാൻ വേണ്ടിയിട്ട് യെല്ലോ കളറാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു ഗോൾഡൻ കളർ തീമാണല്ലോ ശരിക്കും പറഞ്ഞാൽ നെറ്റിപ്പട്ടം. എനിക്കറിയില്ല, എന്നാലും നമുക്ക് ഏകദേശം ഒരു ഗോൾഡൻ ഷെയ്ഡിൽ വരണ ഒരു നെറ്റിപ്പട്ടം വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. മാർക്കർ പെൻ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കളർ ചെയ്ത് കൊടുക്കുവാണേ. ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ സ്കെച്ച് പെൻ വെച്ചിട്ടാണ് കളർ ചെയ്യുന്നത്. അങ്ങനെ നന്നായിട്ട് കളർ ചെയ്ത് എടുക്കുകയാണ്. അതേപോലെ ഈ നടുക്കുള്ള ഒരു മടക്ക് കണ്ടോ, അത് ചാർട്ട് പേപ്പർ മടക്കിയതിൻ്റെ ആട്ടോ. ഇനി നമ്മൾ റെഡ് കളറാണ് എടുത്തിരിക്കണേ. അപ്പോൾ നമുക്ക് ആ ചാർട്ട് പേപ്പറിൻ്റെ ബാക്കിയുള്ള വൈറ്റ് പോർഷൻ ഫുള്ളും റെഡ് കളർ കൊടുക്കണം. ഈ ഒരു റെഡാണ് എടുത്തിരിക്കണേ. ഇത് കണ്ടോ, ഇതെല്ലാം ഒന്ന് ഔട്ട്ലൈൻ പോലെ ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് ഫുള്ളും നമ്മൾ റെഡ് കളർ കൊടുക്കണം. ഈ ഔട്ട്ലൈൻ വരച്ച് റെഡ് കളർ കൊടുക്കുക എന്നുള്ളത് ഒരു ഇച്ചിരി പാടുള്ള പണിയാണ്. ഇത്തിരി ക്ഷമ വേണം, കാരണം ഇതിൻ്റെ സൈഡിലൂടെയും ഇതിനുള്ളിലൂടെയും ഈ യെല്ലോ ഷെയ്ഡിൽ കയറാതെ, ആ കളറിൻ്റെ ഉള്ളിൽ കയറാതെയും പതുക്കെ കുറച്ച് ശ്രദ്ധിച്ച് വേണം അത് പെയിൻറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ നന്നായിട്ടത് ഇത് പെയിൻ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ കയറിയാൽ നമുക്കത് തൂത്തെടുക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം നമ്മൾ. ഇച്ചിരി പാടുള്ള പണിയാണ്, ഇച്ചിരി ക്ഷമ വേണം, നല്ല ക്ഷമ വേണം. അപ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിച്ച് അങ്ങനെ ആ പെയിൻറ്റ് മൊത്തം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുകയാണ്. എല്ലായിടത്തും പെയിൻറ്റ് ആ വൈറ്റിൽ ഫുള്ളും റെഡ് കളർ ആകാൻ പാകത്തിന് നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണേ. നന്നായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കണം. ഇനിയൊരു പുതിയ പെൻസിൽ എടുക്കണേ. പുതിയ പെൻസിൽ എടുക്കണം, ഷാർപ്പ് ചെയ്ത പെൻസിലാവരുത്. അതിൻ്റെ അറ്റഭാഗം ഇതേപോലെ ഗോൾഡൻ കളറ് പെയിൻ്റ് എടുത്തിട്ട് അതിലിങ്ങനെ മുക്കി ഓരോ ഡോട്ടുകളായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ആ നെറ്റിപ്പട്ടം മുഴുവനും ആ റെഡ് കളറിൽ മുഴുവനും ഇതേപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കണം. ഇതും കുറച്ചധികം പാടുള്ള പണിയാണ്, കുറച്ച് ക്ഷമ വേണം. കുറച്ചൊന്നും പോരാ, കുറച്ചധികം ക്ഷമ വേണം. ഓരോ ഡോട്ട്സ് ഇടുമ്പോഴും ഇതേപോലെ ആ പെയിൻറ്റിൽ മുക്കണം പെൻസിൽ. ഓരോ ഡോട്ട് ഇടുമ്പോഴും വീണ്ടും വീണ്ടും ഇതങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. ഇത് കണ്ടോ, ചില സ്ഥലത്ത് പെയിൻറ്റ് വരില്ല. അപ്പം നമ്മൾ ഒന്നും കൂടി അവിടെ തന്നെ വീണ്ടും വീണ്ടും പെയിൻ്റ് ആക്കണം. അതേപോലെ ഇങ്ങനെ മുഴുവൻ ഈ നെറ്റിപ്പട്ടം മുഴുവൻ നമുക്ക് ചെയ്തെടുക്കണം. അപ്പം ശരിക്കും നല്ല ഭംഗിയുണ്ടാവും. ഇതിപ്പോൾ കണ്ടോ, ഇങ്ങനെ ചെയ്ത് ഏകദേശം നിറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നൂല് കെട്ടിയെടുക്കാനാണ് ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ നൂല് കെട്ടിയെടുക്കാൻ എനിക്കറിയില്ല. എൻ്റെ കൂടെയുള്ള ഒരു ആൻറ്റിയാണ് ഇത് കെട്ടുന്നത് കേട്ടോ, കൂടെയുള്ള സ്റ്റാഫ്. അതായത് നമ്മുടെ സ്കൂളിലുള്ള ഒരു ആൻറ്റിയാണ് ഈ നൂല് കെട്ടണേ. ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് അവരത് കെട്ടി തന്നിട്ടുണ്ട്. നല്ല രസമാട്ടോ, ഇങ്ങനെ പല കളറിൽ നൂല് കെട്ടാൻ. എനിക്ക് നൂല് കെട്ടാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ നൂല് കെട്ടിയെടുത്തു. ഇനി നമുക്ക് കുറച്ച് ഗ്ലൂ ഇട്ടിട്ട് ഈ നൂല് ഈ നെറ്റിപ്പട്ടത്തിലേക്ക്, അതായത് ഈ ചാർട്ട് പേപ്പറിലേക്ക് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സെൻറ്റർ നോക്കി അങ്ങോട്ട് വെച്ചു, കണ്ടോ, സെൻറ്റർ നോക്കി അങ്ങോട്ട് വെച്ചു. എന്നിട്ട് പതുക്കെ ഒന്ന് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നൂല് ആണ്, നമ്മൾ വൂളൻ ത്രെഡാണ് കേട്ടോ എടുത്തിരിക്കണേ. അതായത് ഇത് ഫുള്ളും ഒരേപോലെ ഡിസൈൻ വയ്ക്കാൻ നമ്മുടെ കയ്യിൽ നൂലധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ള നൂലുകൾ വെച്ചിട്ട് നമ്മളൊരു ഡിസൈൻ ആക്കിയെടുത്താണ്. അതായത് താഴെ വരുന്ന ആ ഒരു പോർഷൻ ഈ 3 കളറിലും മുകളിലേക്ക് പല കളറിലുമായിട്ട്, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. താഴെ വരുന്ന ഈ ഏറ്റവും അടിയിൽ വരുന്ന ഈ ഒരു പോർഷൻ നമ്മൾ ഈ 3 കളറിലാണ് സെറ്റ് ചെയ്തിരിക്കണം. നന്നായിട്ട് അതൊന്ന് ഒട്ടിച്ച്
വെക്കണം. അതിനുശേഷം ഇത് കണ്ടോ, മുകളിലേക്ക് വരുന്ന പോർഷനിൽ നമ്മൾ പല കളർ മിക്സിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഓൾമോസ്റ്റ് എല്ലാ കളറുകളും നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കളറുകളെല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. താഴെ മാത്രം 3 കളർ. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് ഒട്ടിച്ചൊട്ടിച്ച് എടുക്കേണ്ടതുണ്ട്. അത് ഫുള്ളും നമ്മളത് ഒട്ടിച്ചെടുക്കണം. അത് നല്ല കൃത്യമായിട്ട് ഒട്ടിച്ചെടുക്കണം. അതിനിടയ്ക്ക് ഒരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ കെട്ടിയത് ഭാഗം തിരിഞ്ഞു പോയി. ഇനിയിപ്പോൾ അത് ഓരോന്ന് അഴിച്ചെടുത്ത് ഇത് കണ്ടോ, അത് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഓരോന്ന് അഴിച്ച് വീണ്ടും അത് കെട്ടി അത് ഇപ്പുറത്തേക്ക് മാറ്റി അത് ഫിക്സ് ചെയ്യണം. ഇത് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം ഒട്ടിച്ച് വെക്കാൻ. അധികം വലിച്ച് ഒട്ടിക്കാൻ പാടില്ല. പതുക്കെ ഓരോന്നും വെച്ച് ഇത്തിരി പ്രസ് ചെയ്ത് പതിയെ വേണം ഓരോന്നും ഒട്ടിച്ചെടുക്കാൻ. ഇത്തിരി ക്ഷമ വേണ്ട പണിയാണിത്. അങ്ങനെ നമ്മളെല്ലാം ഒട്ടിച്ചെടുക്കുകയാണ്. അതേപോലെ തന്നെ അപ്പുറത്തുള്ള അതേ കളർ തന്നെ ഇപ്പുറത്തും വരണം. അതാണ് അവിടെ ഒരു കൺഫ്യൂഷൻ വന്ന് ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണത്. ഇനി ഇതിൻ്റെ താഴത്ത് തൂക്കാനുള്ള കുഞ്ചലം ഉണ്ടാക്കാൻ പോവാം. ഇതുപോലെ ഒരു ഗോൾഡൻ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഞങ്ങളിവിടെ കിരീട പേപ്പർ എന്ന് പറയും, കിരീടമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പേപ്പർ. അപ്പോൾ ഇങ്ങനെ അതൊരു ഗോൾഡൻ ഷീറ്റ് എടുത്തു. ഇതൊരു ബോട്ടിലിൻ്റെ മേൾഭാഗമാണ്, അത് കട്ട് ചെയ്തെടുത്തു. അതായത് അടപ്പ് പോയിരിക്കുന്ന ആ ഭാഗം അത് കട്ട് ചെയ്തെടുത്തിട്ട് അതിലൊരു ഹോൾ ഇട്ടു. അതാണ് ഇത്. ഈ കുഞ്ചലം പോലെ, അതായത് ഒരു കപ്പ് പോലെ മുകളിലിരിക്കണം. ഇനി അത് ഇങ്ങനെ ഈ സൈഡിൽ ഇവിടെ ഏറ്റവും അറ്റത്താണ് നമുക്ക് തൂക്കിയിടേണ്ടത്. അതിലേക്ക് കുറച്ച് നൂലൊക്കെ കെട്ടി അതൊക്കെ ഒന്ന് വിടുത്തി അതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാം. ഇങ്ങനെ ഒപ്പം പിടിച്ചിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റം നന്നായിട്ട് കട്ട് ചെയ്തത് കണ്ടോ, ആ ഒരു ഷേപ്പിൽ, ആ നെറ്റിപ്പട്ടത്തിൻ്റെ ആ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ആ അറ്റമൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇതും കുറച്ച് പാടുള്ള പണിയാണ് കേട്ടോ. അതായത് ഇതെല്ലാം കട്ട് ചെയ്ത് വരണം. എല്ലാം നല്ല ഭംഗിയായിട്ട്, ഒരു ഇത്തിരി കയറിപ്പോയാൽ പിന്നെ അതൊരു ഭംഗി ഉണ്ടാവില്ല. അതേപോലെ ഒരു നൂല് പുറത്തേക്ക് നിന്നാൽ അതും ഭംഗി ഉണ്ടാവില്ല. നമ്മൾ ചെയ്യണ കാര്യം നന്നായിട്ടിരിക്കണ്ടേ. ഇതാണ് നെറ്റിപ്പട്ടത്തിൻ്റെ ഫൈനൽ ലുക്ക്. ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഒട്ടിച്ച സാധനങ്ങളൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ലവ് യു ഓൾ.